ഇന്നലെ ഈ വാർത്തകളിലൂടെ ഇത് കണ്ട ഉടനെ തന്നെ കാസർഗോഡ് ജില്ലാ കളക്ടറുമായിട്ട് വാർത്ത അയച്ചു കൊടുത്ത് തന്നെ അടിയന്തരമായി ഇക്കാര്യത്തിൽ ഇടപെടണം എന്നാവശ്യപ്പെട്ടിരുന്നു. കേരള കൗമുദിയുടെ വാർത്ത തന്നെയാണ് ആ വിധത്തിൽ അയച്ചു കൊടുത്തത്. അവിടെ അവരിടപെട്ടു. ജില്ലാ കളക്ടർ ഏതാണ്ട് 2 മണിക്കൂറിനുള്ളിൽ അവരുടെ റിപ്പോർട്ട് ലഭ്യമാക്കി. അപ്പോൾ അവരുടെ താമസിക്കുന്ന ഉന്നതിയിൽ തന്നെ അതുമായി ബന്ധപ്പെട്ടൊരു അവരുടെ ഒരു വിഷയങ്ങൾ ആ അർത്ഥത്തിൽ തന്നെ അതിൻ്റെ എല്ലാ വിശദാംശങ്ങളോടും കൂടി അറിയിച്ചു. ആ സാഹചര്യത്തിൽ ഇവരുമായിട്ട് കൂടി ജില്ലാ കളക്ടർ തന്നെ ഇവരുമായി കൂടി ആലോചിക്കാനും എന്താണോ അവരുടെ ആവശ്യം അത് നിർവഹിക്കാനും വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഭൂരഹിതരായിട്ടുള്ള ആളുകൾ എന്ന നിലയിൽ അവർക്ക് ഭൂമി അനുവദിക്കുന്നതാണ് പ്രശ്നമെങ്കിൽ ഒരു സംശയവും വേണ്ട, ഏറ്റവും അടിയന്തരമായി അവർക്ക് അർഹതപ്പെട്ട ഭൂമി അനുവദിക്കും. അതല്ല അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കലാണെങ്കിൽ അതും ആകും. എന്തായാലും ജില്ലാ കളക്ടർ നേരിട്ട് ഇവരുമായി കണ്ടോ ഫോണിൽ വിളിച്ച് സംസാരിച്ചോ ഇവരുടെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് അടിയന്തരമായി ഇതിന് പരിഹാരം ഉണ്ടാകും. നല്ലതുപോലെ മത്സരിക്കട്ടെ. ബിന്ദുവിൻ്റെ ത്യാഗം വളരെ ഗംഭീരമായി പത്രത്തിൽ വന്നു വായിച്ചു. ഒരു പ്രതിസന്ധി ഉണ്ടാകില്ല. ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പ്രതിസന്ധി വീടോ ഭൂമിയോ ഇല്ലാത്തതിൻ്റെ പേരിലുണ്ടാകില്ല. ബഹുമാനപ്പെട്ട ശിവൻകുട്ടി മിനിസ്റ്റർ അക്കാര്യത്തിൽ വീട് വയ്ക്കാമെന്ന് ഏറ്റു. റവന്യൂ വകുപ്പ് അതിനാവശ്യമായിട്ടുള്ള സ്ഥലവും നൽകാം എന്ന കാര്യം ഏറ്റിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ ഏതാണോ ഇവരുടെ നല്ല ഓപ്ഷൻ ജില്ലാ കളക്ടർ തന്നെ ഇവരോട് നേരിട്ട് സംസാരിച്ച കാര്യം